മിസ്സസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ആപ്പിൾ പൈ ആണ്. നമുക്ക് ആപ്പിൾ പൈ ഉണ്ടാക്കി തരുന്നത് നമ്മുടെ സ്വന്തം ജിഷ ചേച്ചിയാണ് കേട്ടോ. അതിനുവേണ്ടി ഇവിടെ കുറച്ച് മൈദ എടുത്തിട്ടുണ്ട്. ഉപ്പിട്ട് വെള്ളം ഒഴിച്ച് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന രീതിയിലൊന്ന് കുഴച്ചെടുക്കണം. ആപ്പിൾ ഞാൻ ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഒരു പാൻ വെച്ച് അതിലേക്ക് അല്പം എണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരുന്ന ഈ ആപ്പിളിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കണം. അതിലേക്ക് ഒരു ചെറിയൊരു കറുകാപ്പട്ടയും കൂടി ഇട്ട് കൊടുക്കണം. കറുകാപ്പട്ടയുടെ പൊടി ഉണ്ടെങ്കിൽ അതും നല്ലതാണ്. വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും, അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു കുത്തൽ വരും. കറുകാപ്പട്ടയുടെ ഒരു 3 സ്പൂൺ ബ്രൗൺ ഷുഗർ ചേർത്ത് കൊടുക്കണം. ഇതൊന്ന് ആപ്പിളൊന്ന് വാടി വരണം, അതാണ് അതിൻ്റെ പരുവം. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം. ഈ ബ്രൗൺ ഷുഗറൊക്കെ അതിൽ കിടന്ന് നന്നായിട്ട് മെൽറ്റായി. നോർമൽ ഷുഗർ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു കളർ കിട്ടില്ല. ബ്രൗൺ ഷുഗർ വേണം ചേർത്ത് കൊടുക്കാൻ. നേരത്തെ ഇനി നമ്മൾ കുഴച്ച് വെച്ചിരുന്ന നമ്മുടെ ചപ്പാത്തി മൈദ മാവ് അത് ഇതുപോലെ ഒന്ന് ചെറിയൊരു വട്ടത്തിൽ നിന്ന് പരത്തിയെടുത്ത് അതിലേക്ക് ഈ ഫില്ല് വെച്ച് കൊടുക്കണം. ഈ ഫില്ലിങ് വെച്ച് കൊടുത്ത് ഇതുപോലെ സൈഡെല്ലാം ഒന്ന് പ്രസ് ചെയ്തെടുക്കണം. അങ്ങനെ എല്ലാം നമുക്ക് ഇതുപോലെ ഒന്ന് പരത്തി ചെറിയൊരു പപ്പടത്തിൻ്റെ ഒരു വലിപ്പം മതിയാവും. ആ രീതിയിലൊന്ന് പരത്തിയിട്ട് ഇതുപോലെ ഈ ഫില്ലിങ് വെച്ച് കൊടുത്ത് ഇതുപോലെ പ്രസ് ചെയ്തെടുക്കണം. ചെറിയൊരു പരിഷ്കാരത്തിന് വേണ്ടി, ഒരു സ്റ്റൈലിന് വേണ്ടി മാത്രം നമുക്ക് ഇതിൻ്റെ സൈഡൊന്ന് ഫോർക്ക് വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. അപ്പം നല്ല ഭംഗിയായിരിക്കും കാണാൻ. ഈ ഒരു രീതിയിൽ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതുപോലെല്ലാം റെഡിയാക്കി എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലേക്ക് ബട്ടറോ മിൽക്കോ അല്ലെങ്കിൽ ഓയിലോ ഒന്ന് ചെറുതായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് ഓവൻ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ വെച്ചിട്ട് പ്രീഹീറ്റ് ആയതിനു ശേഷം ഒരു 15 മിനിറ്റ്സ് നമുക്ക് 15 സെക്കൻഡ് നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കണം. ഇപ്പോൾ ഏകദേശം 15 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. നമ്മുടെ ആപ്പിൾ പൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. 4 മണി സ്നാക്സ് ആയിട്ടൊക്കെ ഇതുണ്ടാക്കാം. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാണ്. ആപ്പിളൊക്കെ കഴിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികൾക്ക് വേണ്ടി ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇഷ്ടപ്പെടും.